ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. മാർച്ച് 29 ശനി രാശി മാറി. മെയ് 14 വ്യാഴവും രാശി മാറുന്നതാണ്. അതിനുശേഷം മെയ് മാസം 18 രാഹുകേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ്. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ, അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി 2.5 വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത്. രാഹുകേതുക്കൾ 18 മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം 180 ഡിഗ്രി വിട്ടാണ് രാഹുകേതുക്കൾ നിൽക്കുന്നത്. രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ്. അതിന് കാരണം രാഹു ഒരല്പം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട്. രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത്. ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല. ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ്. 2025 മെയ് 18 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. ഈ രാശിമാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു 8-ാം ഭാവത്തിലായിരുന്നു. ആ രാഹു 7-ാം ഭാവത്തിലേക്കും ധനസ്ഥാനത്തായിരുന്ന കേതു ലഗ്നത്തിലേക്കുമാണ് രാശി മാറുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമ ശനിക്കാലമാണ്. എന്നാൽ ആശ്വാസത്തിനുള്ള വക എന്താണെന്ന് വെച്ചാൽ സർവാഭീഷ്ടകാരകനായ വ്യാഴം 11-ാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത്. വരുന്ന ഒരു വർഷക്കാലത്തോളം നല്ല ഫലത്തെ വ്യാഴം തരുന്നതാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ രാശിമാറ്റത്തെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി പോയി കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ രാഹുകേതു മാറ്റത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ആദ്യം രാഹുവിൻ്റെ ഫലങ്ങൾ നോക്കാം. 8-ൽ നിന്നും രാഹു 7-ലേക്ക് രാശി മാറി വരുന്നത് കുറച്ചൊക്കെ ആശ്വാസം തരുന്നതാണ്. നിർഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒക്കെ വന്നുകൊണ്ടിരുന്നത് അതിനൊക്കെ വളരെയധികം കുറവുകൾ ഉണ്ടാകുന്നതാണ്. കഷ്ടപ്പാടുകൾക്കൊക്കെ അനുസരിച്ച് ഉള്ള പ്രതിഫലവും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. 7-ാം ഭാവം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഭാവമാണ്, ദാമ്പത്യത്തിൻ്റെ ഭാവമാണ്. ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കരുതലുകളൊക്കെ വേണ്ടതാണ്. ഏത് കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ഭവിക്കുന്നതിന് വളരെയധികം വിട്ടുവീഴ്ചകളും അനുരഞ്ജനങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിനാൽ അതിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. വീടുകളിലെയൊക്കെ സ്ഥിതിഗതികൾ ശാന്തമായിട്ടൊക്കെ പോകുന്നതിന് വളരെയധികം വിട്ടുവീഴ്ചകളൊക്കെ ആവശ്യമായി വരുന്ന കാലം കൂടിയാണ്. പ്രണയ ബന്ധമൊക്കെ ഉള്ളവർക്ക്
ചിലപ്പോൾ വിശ്വാസവഞ്ചനകളൊക്കെ ഉണ്ടായി എന്നും വരാം. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്താൽ നന്നായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് വ്യാപാര മേഖലയിലൊക്കെ പെട്ടെന്ന് പുരോഗതിയൊക്കെ കൈവരിക്കാനും സാധ്യത ഉണ്ട്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ കുഴപ്പത്തിലാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ചിലർക്ക് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നേക്കാം. ഇനി കേതുവിൻ്റെ ഫലങ്ങൾ നോക്കാം. കേതു നിങ്ങളുടെ ജന്മരാശിയിലേക്കാണ് രാശി മാറി വരുന്നത്. ജന്മരാശിയിലൊക്കെ കേതു സഞ്ചരിക്കുന്ന സമയം അല്പം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്രണം, അതുപോലെ ചൊറി, ചിരങ്ങ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ ഒരു കാര്യത്തിലും അമിതമായി ആത്മവിശ്വാസം പുലർത്താതെ ഇരിക്കുക. കൂടുതൽ ആത്മവിശ്വാസം പുലർത്തുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടന്ന് കിട്ടണമെന്നില്ല. അതുപോലെ ചിലവുകൾക്ക് വളരെയധികം നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തണം. ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ ലോണിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് ലോണൊക്കെ എടുക്കാതിരിക്കുക. അതുപോലെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് പതിവിലും കൂടുതൽ പ്രയത്നങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. അപകട സാധ്യതയൊക്കെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കേണ്ടതാണ്. യോഗ പോലെയുള്ള കാര്യങ്ങൾ മാനസിക ഉല്ലാസങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുക. ഇതൊക്കെയാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റത്താലുള്ള പൊതുവായ ഫലങ്ങൾ. പരിഹാരമാർഗങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാവുന്നതും ആണ്. രാഹുകേതു ദോഷങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക. അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക. സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ശിവന് ധാര, കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം. കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയോ കർഗമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നമുണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹുകേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.